സൈനസ് പെയിൻ മൈഗ്രെയിൻ ആണെന്ന് കരുതി ചികിത്സിക്കാതിരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ചിലപ്പോൾ തലവേദന കാണാം. ഇതിനെ ഹസ അഥവാ ഹെഡേക്ക് അസോസിയേറ്റഡ് വിത്ത് സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയും. ഇനി മൈഗ്രെയിൻ ഉള്ള രോഗികൾ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായി തലവേദന അനുഭവപ്പെട്ടാലും ശ്രദ്ധിക്കണം. തലവേദന പലവിധം. ഹലോ, വെൽക്കം ടു സിംപ്ലി ന്യൂറോളജി മെയ്ഡ് സിമ്പിൾ. എന്തെല്ലാമാണ് തലവേദനയുടെ കാരണങ്ങൾ? തലവേദനയെ നമുക്ക് രണ്ടായി തിരിക്കാം: പ്രൈമറി ഹെഡേക്ക് ആൻഡ് സെക്കൻഡറി ഹെഡേക്ക്. ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ തലവേദന മൈഗ്രെയിൻ ആയിരിക്കണം. എന്നാൽ ടെൻഷൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക് എന്നിവയും നാം കേട്ടിട്ടുണ്ട്. ഇവയെല്ലാം പ്രൈമറി ഹെഡേക്ക് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് തലച്ചോറിനുള്ളിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ രോഗിക്ക് തലവേദനയുണ്ടാകുന്നത്. അത്തരത്തിലുള്ളതിനെയാണ് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. മൈഗ്രെയിൻ, ക്ലസ്റ്റർ ഹെഡേക്ക് എന്നിവയെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ ഹെഡേക്ക് എന്നത് തലയുടെ ചുറ്റും ഒരു ബാൻഡ് പോലെയാണ് അനുഭവപ്പെടുക. തലയുടെ പിറകു ഭാഗത്ത് ഒരു ഭാരം വെച്ച പോലെയും. ഉറക്കക്കുറവ്, ടെൻഷൻ എന്നിവയാണ് ഇതിൻ്റെ കാരണങ്ങൾ. മറ്റൊരു വിഭാഗമാണ് സെക്കൻഡറി ഹെഡേക്ക് എന്നത്. അതായത് തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന തലവേദന. തലച്ചോറിനുള്ളിൽ ട്യൂമർ, രക്തസ്രാവം, മെനിഞ്ചൈറ്റിസ്, സ്ട്രോക്ക് എന്നിവയാണ് സെക്കൻഡറി ഹെഡേക്കിന്റെ ചില കാരണങ്ങൾ. സൈനസൈറ്റിസ് തലവേദനയുടെ ഒരു പ്രധാന കാരണമാണ്. രോഗിക്ക് തലവേദന ഉണ്ടാകുന്നത് നെറ്റിയുടെ ഭാഗത്താണ്. അതോടൊപ്പം തന്നെ മൂക്കടപ്പും ചുമയും കഫക്കെട്ടും അനുഭവപ്പെടാം. സൈനസ് പെയിൻ മൈഗ്രെയിൻ ആണെന്ന് കരുതി ചികിത്സിക്കാതിരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ഗ്ലോക്കോമ അസുഖമുള്ളവർക്ക് കണ്ണിനുള്ളിൽ പ്രഷർ കൂടുന്നത് മൂലം തലവേദന അനുഭവപ്പെട്ടേക്കാം. അതോടൊപ്പം തന്നെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന്റെ കാഴ്ചശക്തി കുറയുക എന്നിവയും ഇതോടൊപ്പം ഉണ്ടായേക്കാം. മൈഗ്രെയിൻ മൂലമുണ്ടാകുന്ന തലവേദന ഐ സ്ട്രെയിൻ കൊണ്ട് കൂടാറുണ്ട്. അതുകൊണ്ട് മൈഗ്രെയിൻ ഉള്ളവർ എന്തായാലും കണ്ണുകൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സ്പെക്സ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ചിലതരം പോസ്ട്രൽ ഹെഡേക്സ് ഉണ്ട്. അതായത് കിടക്കുമ്പോൾ മാറുകയും എഴുന്നേറ്റിരിക്കുമ്പോൾ വരികയും ചെയ്യുന്ന തരത്തിലുള്ള തലവേദന. ഇത്തരക്കാരെ ചിലർ മടിയന്മാരായി മുദ്രകുത്തും. കാരണം അവർ എപ്പോഴും കിടക്കാനാണ് ഇഷ്ടപ്പെടുക. അത്തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ചില ലേഡീസിന് സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള തലവേദന. സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്വാരത്തിലൂടെ സ്പൈനൽ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നത് മൂലം തലച്ചോറിനുള്ളിൽ പ്രഷർ കുറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അഥവാ എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ചിലൂടെ ഈ പോസ്ട്രൽ ഹെഡേക്ക് പൂർത്തിയായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടുമ്പോഴും തലവേദന വരാം. ഇതിനെ ബിനൈൻ ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത്. കൂടുതലായി വണ്ണമുള്ളവർക്കും ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുന്നവർക്കും വൈറ്റമിൻ എ അടങ്ങിയ ടാബ്ലറ്റ്സ് കൂടുതലായി കഴിക്കുന്നവർക്കും BIH അഥവാ ബിനൈൻ ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കണ്ടിട്ടുണ്ട്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ചിലപ്പോൾ തലവേദന കാണാം. ഇതിനെ ഹസ അഥവാ ഹെഡേക്ക് അസോസിയേറ്റഡ് വിത്ത് സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറയും. എന്നാൽ പകുതിയോളം ആൾക്കാരിൽ ഇത്തരം തലവേദന പ്രശ്നഹാരി ആയിട്ടുള്ളതല്ല. എന്നാൽ ബാക്കി പകുതി രോഗികളിൽ തലച്ചോറിനുള്ളിൽ രക്തസ്രാവമോ അന്യൂറിസമോ ഉള്ളതുമൂലം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തലവേദന ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കണം. ഇത്തരം ലക്ഷണങ്ങളുള്ളവർക്ക് തലച്ചോറിൻ്റെ സ്കാനും ആൻജിയോഗ്രാമും ഡോക്ടർ ചെയ്യിപ്പിച്ച് നോക്കാറുണ്ട്. തലച്ചോറിനുള്ളിൽ അന്യൂറിസം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത്. ചിലതരം തലവേദനകൾ പ്രായമായവരിൽ മാത്രം വരാം. അതായത് 50 60 വയസ്സ് കഴിഞ്ഞവരിൽ നെറ്റിയുടെ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന തലവേദന. അതോടൊപ്പം തന്നെ നെറ്റിയുടെ സൈഡിലുള്ള രക്തക്കുഴൽ വികസിച്ചിരിക്കുന്നതായും കാണാം. ഇതിനെ ടെമ്പറൽ ആർട്ടീരിയൈറ്റിസ് എന്ന് പറയും. കണ്ണിൻ്റെ കാഴ്ച വരെ പോകാൻ സാധ്യതയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തലവേദനയാണിത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മാത്രം ചിലർക്ക് തലവേദന അനുഭവപ്പെടാം. ഇതും ചിലപ്പോൾ തലച്ചോറിനുള്ളിലുള്ള അന്യൂറിസത്തിൻ്റെ ലക്ഷണങ്ങളാകാം. പ്രശ്നഹാരികളായ തലവേദനയെ എങ്ങനെ തിരിച്ചറിയാം? അതായത് ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അവയെ നമുക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയാം. ഇടിവെട്ട് പോലെയുള്ള തലവേദന, അതായത് രോഗി അത്രയും നാൾ ഇത്തരത്തിലുള്ള ഒരു തലവേദന അനുഭവിച്ച് കാണില്ല. ഇതിനെ നമ്മൾ തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും. തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് മൂലമാണ് ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാകുന്നത്. സബ് അരക്കനോയ്ഡ് ഹെമറേജ് എന്ന് പറയും. അതായത് തലച്ചോറിനുള്ളിലുള്ള അന്യൂറിസം പൊട്ടി രക്തം സ്രവിക്കുന്നത് മൂലമാണ് തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് ഉണ്ടാകുന്നത്. തലവേദന മൂലം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കേണ്ടി വരുന്ന പോലത്തെ തലവേദന. തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടുന്നത് മൂലമാകാം ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാകുന്നത്. കൈകാലുകളിൽ തരിപ്പോ മരവിപ്പോ ശക്തി കുറവോ ഉണ്ടാകുന്നത് മൂലമുള്ള തലവേദന. തലച്ചോറിനുള്ളിൽ ട്യൂമറോ സ്ട്രോക്കോ ഉണ്ടാകുന്നത് മൂലമാകാം ഇത്തരത്തിലുള്ള തലവേദന ഉണ്ടാകുന്നത്. തലവേദനയോടൊപ്പം ഛർദി, പനി എന്നിവ ഉണ്ടാകുന്നത് തലച്ചോറിലുള്ള മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിന്റെ ഭാഗമാകാം ഇത്.
രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക്, HIV അസുഖം ബാധിച്ചവർക്ക്, സ്റ്റെറോയിഡ് ഗുളികകളും ഇമ്മ്യൂണോ സപ്രസൻസും എടുക്കുന്നവർക്കും തലച്ചോറിനുള്ളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരക്കാരും തലവേദന വന്നാൽ ഉടനെ വൈദ്യസഹായം തേടണം. ഇനി മൈഗ്രെയിൻ ഉള്ള രോഗികൾ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായി തലവേദന അനുഭവപ്പെട്ടാലും ശ്രദ്ധിക്കണം. ചില പ്രായമായ രോഗികളിൽ തലയിടിച്ചു വീണതിന് ശേഷം 1-2 മാസം കഴിയുമ്പോൾ ഓർമ്മക്കുറവ്, കൈക്കോ കാലിനോ ശക്തി കുറവ്, നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടാം. അവർക്ക് വീണതിന് ശേഷം ഉടനെ CT സ്കാൻ എടുക്കുകയാണെങ്കിൽ തലച്ചോറിനുള്ളിൽ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ 1-2 മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തലച്ചോറിനുള്ളിൽ പതുക്കെ രക്തം കട്ട പിടിക്കുന്നത് മൂലമാവാം. അതിനെ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. സർജറിയിലൂടെ പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അസുഖമാണിത്. ഇനി ഗർഭിണികളായ സ്ത്രീകളിൽ തലവേദന അനുഭവപ്പെട്ടാൽ ശ്രദ്ധിക്കണം. തലച്ചോറിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന അസുഖമായ CVT അഥവാ സെറിബ്രൽ വീനസ് ത്രോംബോസിസ് മൂലമാകാം ഇത്. തലച്ചോറിനുള്ളിൽ പ്രഷർ കൂടിയാലും ഗർഭിണികൾക്ക് തലവേദന അനുഭവപ്പെടാം. ക്യാൻസർ ഉള്ള രോഗികൾക്ക് പെട്ടെന്ന് തലവേദന അനുഭവപ്പെട്ടാൽ ക്യാൻസർ ബ്രെയിനിലേക്ക് പടരുന്നതിൻ്റെ ഒരു ലക്ഷണമായേക്കാം. തലവേദന ഭയക്കേണ്ട ഒരു അസുഖമല്ല. ശരിയായ സമയത്ത് ചികിത്സ നേടിയാൽ ഒരു പരിധിവരെ തലവേദന നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമ്മൾക്ക് വീണ്ടും കാണാം.